ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രോസ്റ്റഡ് ചിക്കനാണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ബ്രോസ്റ്റഡാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ഫുൾ ചിക്കനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം വലിയ പീസാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഒരു കണ്ണാപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നല്ല പോലെ വെള്ളം ഒന്ന് തോർന്ന് കിട്ടട്ടെ. അപ്പോഴേക്കും നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് പാലാണ്, നല്ല പശുവും പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഈ പാലിലോട്ട് നമുക്കൊരു 2 അടപ്പ് വിനാഗിരി ചേർക്കാം. എന്നിട്ട് നമുക്ക് ഈ പാലിനെ നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബട്ടർ മിൽക്ക് ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പാലിനെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു 2.5 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിലോട്ട് 1.5 സ്പൂൺ മുളക് പൊടി കൂടെ നമുക്ക് ചേർക്കാം. പാകത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. വീണ്ടും 2 അടപ്പ് വിനാഗിരി കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശകലം സോഡാപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഞാനിവിടെ 1.5 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇതിലോട്ട് ഇഞ്ചി പേസ്റ്റ് ആവശ്യമില്ല. അങ്ങനെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് അതിന് ശേഷം നമുക്ക് നല്ല പോലെ കട്ട കെട്ടാതെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ ബട്ടർ മിൽക്കിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് പെറുക്കി ഇതിലോട്ട് നിരത്തി കൊടുക്കും. ചിക്കൻ മുഴുവനായിട്ട് ഇതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ബട്ടർ മിൽക്ക് തയ്യാറാക്കേണ്ടത്. ചിക്കൻ ഈ മിക്സിനകത്ത് നല്ല പോലെ മുങ്ങിക്കിടക്കണം. എന്നാലുള്ള നമ്മൾ ഇട്ട പൊടികളൊക്കെ ഈ ചിക്കനകത്ത് പിടിക്കത്തുള്ളൂ. എന്നിട്ടൊരു കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അതിനുശേഷം നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ ചിക്കൻ. എന്നാലേ ഈ മസാലകളൊക്കെ ചിക്കൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്ന് നല്ല ജ്യൂസി ടെക്സ്ചറുള്ള ബ്രോസ്റ്റഡ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ചോറിൻ്റെ നമ്മൾ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ബ്രോസ്റ്റഡ് നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കിയാൽ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഫ്രിഡ്ജിലോട്ട് ഈ ചിക്കനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് ചിക്കൻ എടുത്തപ്പോൾ ഉണ്ടോ, ചിക്കൻ നല്ല പോലെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് കോൺഫ്ലവർ ചേർക്കാം. നമുക്കൊരു 2.5 സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി. ഇതിലോട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. പാകത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. അതിനുശേഷം നല്ല തണുത്ത വെള്ളം, നല്ല ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച വെള്ളം ഒരു ഗ്ലാസ് ഞാനിതിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ കട്ട കെട്ടാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഈ ബാറ്റർ നമുക്ക് ലൂസായിട്ട് വേണം എടുക്കാൻ. നമ്മൾ പഴംപൊരിയൊക്കെ ചൂടാൻ എടുക്കുന്ന ആ ബാറ്ററിൻ്റെ അതിനെക്കാട്ടിലും സ്വല്പം ലൂസായിട്ട് വേണം എടുക്കാൻ. അങ്ങനെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് മൈദമാവ് 2 കപ്പ് മൈദമാവ് ചേർക്കാം. 1.5 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഉപ്പ് ചേർക്കാം. 4 സ്പൂൺ ഓട്സ് ചേർക്കാം. അതിനുശേഷം നല്ല പോലെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഉപ്പും എരിവും എല്ലാം ഒരുപോലെ വരാൻ വേണ്ടിയാണ്. ആദ്യം ഒരു ഫ്രൈയും പാനിൽ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആദ്യം മാഗ്നേറ്റ് ചെയ്തിട്ടുള്ള ചിക്കനിൽ നിന്ന് ഒരു പീസ് എടുത്തതിന് ശേഷം ബാറ്ററിൽ മുക്കി നല്ല പോലെ ചിക്കൻ കവർ ചെയ്ത് അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മൈദയുടെയും മുളകിൻ്റെയും മിക്സിനകത്ത് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ആ ചിക്കൻ കവർ ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ബാറ്ററിൽ പൊതിഞ്ഞെടുത്ത എല്ലാ ചിക്കനും നമുക്ക് നല്ല പോലെ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ചിക്കൻ്റെ 2 വശവും നമുക്ക് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ജ്യൂസി പരുവത്തിലുള്ളൊരു ബ്രോസ്റ്റഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ടും പെട്ടെന്നും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല അടിപൊളി ബ്രോസ്റ്റഡാണ്. പറയാതിരിക്കാൻ വയ്യ, ഒരു രക്ഷയില്ല. അപാര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ബ്രോസ്റ്റഡെല്ലാം റെഡിയായി. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. കിടിലൻ ടേസ്റ്റിലുള്ള ഈ ബ്രോസ്റ്റഡിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി ഞങ്ങളൊന്ന് കഴിച്ചിട്ട് വരട്ടെ. അപ്പോൾ ഇങ്ങനെ പാത്രത്തിൽ എല്ലാവർക്കും വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്,
പിന്നെ പൊറോട്ട വാങ്ങിച്ചിരുന്ന കടയിൽ നിന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്ന് കഴിച്ചിട്ട് വരാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.